സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അതിശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി ഈ പകൽക്കാലം ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വേദാംശം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 18-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കാണാം, അബ്രഹാം തൻ്റെ ഏകജാതനായ മകനുമായി യാഗം കഴിപ്പാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് യാഗം കഴിപ്പാനായി ആമേൻ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. ആമേൻ. ചില ദിവസങ്ങൾ അവർ യാത്ര ചെയ്തു. ചില മിനിറ്റുകൾ മാത്രമല്ല, ചില ദിവസങ്ങൾ. തലയിൽ വിറക്, യാഗത്തിന് വേണ്ടിയ സകല ക്രമീകരണങ്ങളും ഇവർ ചുമന്നുകൊണ്ട് പോകുകയാണ്. ദൈവം പറഞ്ഞ വാക്ക് ഇന്ന് പകലിൽ എന്നെ ദൈവം ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കുക. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക. അമ്മ, ദൈവം നമ്മോട് എന്താ പറയുന്നത്? സ്തോത്രം. കർത്താവിനെ എപ്പോഴും, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, കർത്താവിനെ ഇപ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഇപ്പോൾ ആർക്കും വേണ്ട. കാര്യസാധ്യത്തിന് വേണ്ടി കുട്ടിച്ചാത്തനെ പോലെയായി ഇപ്പോൾ ദൈവം. സ്തോത്രം. എൻ്റെ മകളുടെ കല്യാണം നടക്കണം, എൻ്റെ മകന് ജോലി കിട്ടണം, എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം, നല്ല വീട് വയ്ക്കണം, എല്ലാം നല്ലതാ. പക്ഷെ ദൈവമില്ലാതെ, ദൈവത്തെ ഇപ്പോൾ തമാശ രൂപത്തിൽ കാണുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. വെറുതെ ഒരു പെന്തക്കോസ്ത് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ഇപ്പോൾ അനുസരിക്കാത്ത ആയിരക്കണക്കിന് ജനം ഉണ്ട്. ദൈവം പറയുന്ന വാക്ക് കണ്ടോ? നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. ആരാ? പിതാവ്. പിതാക്കന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. മാതാക്കന്മാരെ ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് ആ വാക്ക് പറഞ്ഞിട്ടില്ല. പിതാക്കന്മാരുടെ കാര്യമാണ്. പിതാക്കന്മാർ, തലമുറയുള്ള പിതാക്കന്മാർ എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക. ദൈവം പറയുന്ന വാക്ക് കേട്ടില്ല എങ്കിൽ വരുന്ന പണിഷ്മെന്റ് ചെറുതല്ല. അഭിഷക്തന്മാരെ, നമ്മുടെ കയ്യിരിക്കുന്ന, എൻ്റെ കയ്യിരിക്കുന്ന വേദപുസ്തകം ഇരുവായ്ത്തലയുള്ള വാളാണെങ്കിൽ, സ്തോത്രം, ദൈവം നമ്മോട് പറയുന്ന കാര്യം കേട്ട്, ആ വാക്ക് കേട്ട് അനുസരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. എത്ര പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ദൈവത്തിൽ ഇരിക്കുന്നു? എത്ര പിതാക്കന്മാർ, സ്തോത്രം, ഇരിക്കുന്നു. അവർക്കൊരു ജോലി കിട്ടണം. ആമേൻ. അവരുടെ ആത്മീയ മണ്ഡലത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ കുറവാ. ആമേൻ. അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ അവരുടെ മുമ്പിൽ അപ്പൻ മാതൃകയായില്ല എങ്കിൽ പ്രതീക്ഷിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ആദ്യം അപ്പൻ മാതൃകയാകണം. കുഞ്ഞുങ്ങളുടെ മുൻപിൽ അവർ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ പ്രാർത്ഥനയ്ക്കിരിക്കുക, എൻ്റെ അപ്പൻ പ്രാർത്ഥനാ മുറിക്കകത്താ. സ്തോത്രം. എൻ്റെ അപ്പൻ ദൈവത്തോടു കൂടെ സംസാരിക്കുകയാ. ഇതായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. സ്തോത്രം. ഇവിടെ നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്, ആമേൻ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ പിതാവ് കേട്ട് അനുസരിച്ചില്ലെങ്കിലോ? നേരെ തിരിച്ച് ചിന്തിക്കുക. നിന്റെ സന്തതി മുഖാന്തരം ഈ ഭൂമിയിലുള്ള സകലരും ശപിക്കപ്പെടും എന്ന് ചിന്തിക്കുക. പിതാവേ, മാതാവേ, ആമേൻ,
ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കേണ്ട സമയം നിങ്ങൾ മാറ്റി നിങ്ങൾ എന്തെല്ലാം പണികൾ ഒപ്പിച്ചാലും റിട്ടേൺ മടങ്ങി വന്നേ പറ്റൂ. സ്തോത്രം. പിതാവേ, ദൈവം നിങ്ങളോട് പറയുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ പാദപിടത്തിൽ ഇരുന്നില്ല എങ്കിൽ ആയിരക്കണക്കിന് പേര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ ആയിരക്കണക്കിന് അഭിഷക്തന്മാർ ഇതിനകത്ത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മക്കളുടെ ആത്മീയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ആത്മീയത്തിൽ വളർന്നു വരുവാൻ, അവർ ദൈവവചനം എപ്പോ വാ തുറന്നാലും ദൈവവചനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ തലമുറ. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, ദൈവം തരുന്ന സമയത്തെ എടുത്ത് മാറ്റിവെച്ചിട്ട് അതിനു വേണ്ടി ഈ ലോകത്തിലെ ആരിറങ്ങുമോ അവരെ നോക്കിയാ ഇന്ന് പകൽക്കാലത്തെ ദൂത്. സ്തോത്രം. നിങ്ങൾ ഓടിക്കോളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാതെ നിങ്ങൾ എവിടെയൊക്കെ ഓടിയെന്ന് പറഞ്ഞാലും പിതാവേ, നിങ്ങളെ ദൈവം കൊണ്ട് ഇരുത്തുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. ആ സമയമാണ് ഈ അധ്യായത്തിനകത്ത് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, അബ്രഹാം എന്ത് ചെയ്തു? അതികാലത്തെ എഴുന്നേറ്റു. അതിരാവിലെ എണീക്കണം. അതിരാവിലെ എണീറ്റ് ദൈവശബ്ദത്തിന് വേണ്ടി മുൻപിലോട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൂത് പറയുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ സ്വർഗം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന, ആത്മീയ കൃപാവരങ്ങളാൽ അനുഗ്രഹിക്കുന്ന, അന്യഭാഷ അടയാളത്തോടുകൂടി അനുഗ്രഹിക്കുന്ന, ഭാഷാവരങ്ങളോടുകൂടി അനുഗ്രഹിക്കുന്ന, വ്യാഖ്യാനവരങ്ങളോടുകൂടി അനുഗ്രഹിക്കുന്ന ആമേൻ ഒരു ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം. കാരണം അബ്രഹാം, ആമേൻ, സ്തോത്രം, തൻ്റെ മകൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിപ്പാനിടയായി. കയ്യും കാലും കെട്ടി യാഗപീഠത്തിന്റെ പുറത്ത് കിടത്തുമ്പോഴും ആ പൈതലിനെ കുതിർച്ചു വേണം കഴിച്ച് ഓടായിരുന്നു. ആമേൻ. നോക്കൂ, അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ എന്ത് ചെയ്യരുത്? കൈവയ്ക്കരുത്. നിന്റെ ഊപ്പാടൊന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അത് ബാലന്റെ മേൽ എന്ത് ചെയ്യരുത്? കൈവയ്ക്കരുത്. ആമേൻ. അതുവരെ മകനെന്ന് പറഞ്ഞു, പിന്നെ അത് ബാലനായി. കേട്ടോ, ദൈവത്തിന്റെ ദൂതൻ വിളിക്കുന്ന വിളി കേട്ടോ. ഇന്ന് പകലിൽ ഏതൊക്കെയോ തലമുറകളെ പിതാക്കന്മാരുടെ നടുവിൽ ഒരു പരീക്ഷണ വസ്തുവായി ആമേൻ നിൽക്കുമ്പോൾ അതിനകത്ത് സ്വർഗം പറയുന്നു, അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. അവനോട് ഒന്നും ചെയ്തരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. നോയിക്കേ, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ അബ്രഹാം തയ്യാറായി. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസമല്ല, അത് ഈ ഭൂമിയിലുള്ളതാ. വചനം കൊടുക്കാൻ പറ്റുമോ? വചനം പഠിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ ബൈബിൾ കോളേജിലൊക്കെ മലയാളീസ് കുറവാ. പഠിക്കാൻ മലയാളീസ് കുറവാ. മണിപ്പൂരിയും ആമേൻ അങ്ങനെയുള്ള രാജ്യക്കാരാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്നത്. മലയാളി ആമേൻ പാസ്റ്റർമാരുടെ, വിശ്വാസികളുടെ മക്കൾ ഇന്ന് വചനം പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ശത്രു മൊബൈലാ. ഈ മൊബൈൽ എന്നാണോ ആമേൻ മനുഷ്യനെ സ്വാധീനിച്ചു തുടങ്ങിയത്, അന്ന് മുതൽ ബൈബിൾ കോളേജിനകത്ത് ആമേൻ വചനം പഠിക്കാൻ ആളില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ആമേൻ, സ്തോത്രം. അപ്പന്മാർ മക്കളെ ദൈവത്തിനു വേണ്ടി കൊടുക്ക്. ദൈവത്തിന് വേണ്ടി. ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പുറപ്പാടിലേക്ക് ഒരു മോശയെ സ്വന്തം മാതാവ്, കേട്ടോ, ഇന്നടുത്ത് മാതാവിനുള്ള ദൂത, മാതാവേ, ഹല്ലേലൂയ, നിന്റെ മകനെ നീ ദൈവത്തിന് വേണ്ടി കൊടുക്ക്. വിശ്വാസത്തോടെ എറിഞ്ഞു കൊടുക്ക്. ദൈവം അവനെ പഠിപ്പിക്കും. അവനെ പഠിപ്പിച്ച്
ഇന്ന് ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തലമുറകളെക്കാൾ, സ്തോത്രം, ബന്ധുക്കളുടെ തലമുറകളെക്കാൾ നിന്റെ മകനെ ലോകത്തിലെ ജനം മുഴുവനും അംഗീകരിക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ വരും. മോശയുടെ അമ്മ അന്ന് അത് ചിന്തിച്ച് കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടി അമ്മ എറിഞ്ഞു കൊടുത്ത തലമുറയെ, മാതാവേ, ലഭിക്കുന്ന സമയം വചനം പഠിക്കാൻ മാതൃകയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ദൂത് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് ഈ ലോകത്തിൻ്റെ അടിമയാക്കി മക്കളെ വിടാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി തലമുറയെ ഉപദേശത്തിലും പത്യോപദേശത്തിലും ബാലശിക്ഷയിലും അവരെ വളർത്തി മുൻപിലോട്ട് കൊണ്ടുപോകാൻ മാതാവേ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കണ്ണടയും മുൻപേ നിങ്ങളുടെ തലമുറ ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യനാക്കി ദൈവം മാറ്റും. നോക്കൂ, 30 ലക്ഷം ജനത്തിൻ്റെ ഒരു തലവനാക്കി മോശയെ ദൈവം മാറ്റി. മാതാവിൻ്റെ കണ്ണീര്. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാവേ, സ്തോത്രം, ഇസ്മായേലിൻ്റെ മരണം കാക്കാൻ നോക്കിയിരുന്ന വ്യക്തികളുടെ മുമ്പിൽ മാതാവിൻ്റെ കണ്ണീര്. ബെർശേബ മരുഭൂമിയിൽ ഇസ്മായേലിന് വേണ്ടി സ്വർഗം ഉറവ തുറന്നു. പൈതലിൻ്റെ കണ്ണീര് കണ്ട ഒരു ദൈവമുണ്ട്. അവന് വേണ്ടി എല്ലാം ദൈവം തുറന്നു കൊടുത്തു. ശേഷം അവനിൽ കൂടെ 12 ഗോത്രങ്ങൾ ദൈവം പുറത്തെടുക്കാൻ തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, പ്രിയ മാതാവേ, നിങ്ങൾ ദൈവത്തിൻ്റെ സമയം കടമെടുത്ത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരിക്കരുത്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരിക്കരുത്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ സമയം മാറ്റരുത്. മാറ്റിയാൽ വരുന്ന ഭവിഷ്യത്ത് നിങ്ങളുടെ കണ്ണ് ചിമ്മി അടയും മുമ്പേ നിങ്ങൾക്കത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ മാതാവിനോടും പിതാവിനോടും സ്നേഹത്തോടെ ദൂത് കൈമാറട്ടെ. ആ 18-ാമത്തെ വാക്യം പറഞ്ഞു, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ കൊണ്ട് സ്തോത്രം, എന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ദൈവത്തെ കൊണ്ട് തന്നെ ദൈവം സത്യം ചെയ്തു. ഉറപ്പായിട്ടും ഇന്ന് പകലിൽ ദൈവ പൈതലെ, നിങ്ങൾ തലമുറയെ ദൈവത്തിന് വേണ്ടി കൊടുക്ക്. തലമുറയ്ക്ക് വേണ്ടി വചനം കൊടുക്ക്. തലമുറയ്ക്ക് വേണ്ടി വചനം കൊടുക്ക്. തലമുറയ്ക്ക് വേണ്ടി മാതാവും പിതാവും മാതൃകയാകുക. ദൈവസ്ഥലിനെ മുട്ടുമടക്ക്. കർത്താവ് നിങ്ങളെ അത്ഭുതങ്ങളെ ചെയ്യും. ഈ ലോകത്തിലെ വിദ്യാഭ്യാസങ്ങൾ ഈ ലോകത്തിൽ തീരും. വചനം കൊടുത്തു കഴിഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ കഴിയും. ഈ പ്രഭാതം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ സ്വർഗം സഹായിക്കണം. തലമുറകളെ മാനിക്കണം. ദേശത്തിൽ ഒരു വേരൂന്നി വളരട്ടെ. കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.